വൃത്തികെട്ട രീതിയിലുള്ള ബാഡ് മീനിങ് കിടക്കണേ. ഞാൻ ഇവരൊക്കെ പറയണില്ലേ എന്തുകൊണ്ട് വയലൻസ് 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 പറയണില്ലേ? ഇതൊക്കെ വയലൻസ് അല്ല, വയലൻസിന്റെ അപ്പം വരെ ആയി പോകുന്ന വിഷയം. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് അറിഞ്ഞപ്പോൾ രണ്ടായിട്ട് കൊടുത്തിട്ട്. ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലിയിൽ ഇപ്പോൾ നടക്കുന്ന വിഷയം സത്യം പറഞ്ഞാൽ ഒരുമാതിരി വൃത്തികെട്ട ഒരു ഫാമിലി ആയിക്കൊണ്ടിരിക്കണം അവര്. അവരുടെ ഫാമിലി ഓരോരുത്തരും വന്നിട്ട് ഓരോ എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി, ഓരോരുത്തരും വന്ന് ഓരോ എക്സ്പ്ലനേഷൻ തരുമ്പോൾ സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പെറ്റുപോറ്റിയ അച്ഛനെ അമ്മയും നാറ്റിക്കുന്ന മക്കളെ നാറ്റിക്കുന്ന അച്ഛനും അമ്മയും, ആ രീതിയിലാണ് ഇവരെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് അതേ പറയുന്ന ഇപ്പോൾ ഒളിച്ചോടിപ്പോയ നന്ദന, അവൾ ഒളിച്ചോടി പോയപ്പോ തന്നെ കുടുംബത്തിന്റെ പാതിമാനം പോയി. മൂത്തോളം ഒളിച്ചോടി പോയപ്പോ പോലും ഇത്രത്തോളം നാണക്കേട് ആ ഫാമിലി ഉണ്ടായില്ലെന്ന് തോന്നണ്. എളിയോളം ഒളിച്ചോടി പോയപ്പോ കഴിഞ്ഞപ്പോ ഇപ്പൊ അച്ഛനും അമ്മയുടെ എക്സ്പ്ലനേഷൻ, മൂത്ത മോളുടെ എക്സ്പ്ലനേഷൻ, ഇപ്പൊ ഈ രണ്ടാമത്തെ മോള് വന്നിട്ട് അച്ഛനും അമ്മക്കും പെങ്ങൾക്കൊക്കെ എതിരെ വീണ്ടും എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റൂല, നാറ്റിക്കുകയാണ്, ഇരുന്ന് നാറ്റിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന നന്ദനെ ഭർത്താവും കൂടി കുറെ വോയിസുകളൊക്കെ പുറത്തു വിടുന്നുള്ള ഭീഷണിയാണ് ഇപ്പൊ പെടുത്തുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ട് പറയുന്നത് നിങ്ങൾ പുറത്തു വിടൂ എന്നാണ്. അതിനിടയിൽ പൊന്നു എന്ന് പറയുന്ന ആദ്യം ഒളിച്ചോടി പോയ എന്ന് വെച്ചാൽ ഈ ഒളിച്ചോട്ടത്തിന് ആ ഫാമിലി തുടക്കം കുറിച്ച മൂത്ത മകള് ഈ പറയുന്ന നന്ദന ഇളയ മകളുടെ കെട്ടിയോന്റെ കുറച്ച് സീക്രട്ടായ ചാറ്റുകൾ പുറത്തുവിട്ടുണ്ട്. അതായത് നിശ്ചയത്തിന് മുമ്പ് അവൻ കണ്ട പെണ്ണുങ്ങളോടൊക്കെ തോന്നിവാസം വിളിച്ചു പറയുന്നതും മോശമായ രീതിയിലുള്ള ചാറ്റൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ പുറത്തു വിടുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ നന്ദനയുടെ കെട്ടിയോനും വന്നിട്ട് ഞാനും കുറെ വോയിസുകൾ പുറത്തു വിടുന്നുള്ള ഭീഷണിപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ നാറി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ഫാമിലി നാറാൻ പറ്റും അത്രത്തോളം ആ ഫാമിലി നാറിയിട്ടുണ്ട്, മനസ്സിലായ. പിന്നെ ഈ ഫാമിലിയിൽ ഈ ഉപ്പുമുളക് ഫാമിലിയിലുള്ള നന്ദനയുടെ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത്? നന്ദന പറയുന്നുണ്ടല്ലോ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോ, ഈ ഫാമിലി എന്റെ കല്യാണം നടത്തില്ല എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ ഒരുപാട് പേരുടെ കാല് പിടിക്കണം എങ്കിലും നടത്തി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടി പോയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയും നടത്തി കൊടുക്കൂല എന്നൊക്കെ പറയാൻ കാരണം അതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. മുൻപ് ഈ പറയുന്ന പൊന്നു എന്ന് പറയുന്ന പെങ്ങളുടെ എക്സ്പ്ലനേഷൻ ഈ പറയുന്നുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ലേഡിയോട് സംസാരിച്ച സമയത്തൊക്കെ ഇവന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലായിരുന്നു. അതേപോലെ തന്നെ പെങ്ങള് ഇവന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, നമുക്ക് പിരിയാം, അല്ലെങ്കിൽ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിരിയാൻ നേരത്ത് ഇവൻ എന്റെ സ്നേഹം നീ എന്റെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് വന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ടിങ്ങിന് പോയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതല്ലാതെ ഈ ഫാമിലി എന്ന് ശരി അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കാൻ കാരണം എന്നുള്ളത് ഇപ്പോൾ വന്ന എക്സ്പ്ലനേഷനിൽ അമ്മ പറയുന്നുണ്ട്, കൂടെ അച്ഛനും. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മൂന്നാർ പോയെന്ന് ഒരു കള്ളം കയറിണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ടായിട്ടൊന്നും അതിലൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഒരു ബാഗ് ഇവിടെ അകത്ത് വെച്ചിട്ട് മറന്നിട്ട് വീണ്ടും ഡോർ തുറന്നിട്ട് ആ ബാഗ് എടുക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തതയാണ്, ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോൺ കൊടുക്കാൻ വന്നിട്ട് ഒറ്റയ്ക്ക വന്ന് ഇവിടെ കൊടുത്തു വന്നപ്പോ രണ്ടാള് കൂട്ട വന്നു. അതായത് ഫോൺ തന്നത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ. ഈ ഫോൺ ഞാൻ മേടിച്ച് വെച്ചതാട്ടാ, ഈ ഫോണല്ല, പൊന്നിന്റെ ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. പൊന്നിന് ഈ വേണ്ടതും വേണ്ടതും ഇവിടുന്ന് കുറെ അങ്ങോട്ട് അവിടത്തെ കുറെ കെട്ടുപാണ്ടങ്ങൾ ഇവിടുന്ന് നമ്മൾ ഈ ഫോണിലുണ്ടല്ലോ നീ സംസാരിച്ചു. ഞാൻ പൊന്നിന്റെ പൊന്നിനെ കണ്ടു. പിന്നെ അവളുടെ ഫോൺ യൂസ് ചെയ്ത് ഞാനാണ് മേടിച്ചപ്പോൾ അവൾ എന്നോട് അഹങ്കാരത്തിൽ പറയാം എനിക്ക് എത്തേണ്ട ഫോണൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഓൾറെഡി ഫോൺ കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്തത് പറയാം. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, നമ്മൾ ഒന്നും പറയണില്ല, എന്നോട് തെച്ച് കാണും. അല്ല, പറയേണ്ടി വന്നാൽ പറയും. എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് അധികം സമയം, ജോലി ഇല്ലാത്ത ഒരാളാണ്, നമുക്ക് ജോലി ഇല്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി തുടങ്ങി പിന്നെ പേടിയൊക്കെ മാറും. പിന്നെ അവർക്ക് എന്തായാലും ഇപ്പൊ ജോലിക്ക് പോകാൻ സമയം കിട്ടില്ല. എന്താ വെച്ചാൽ ഇതിന്റെ പിന്നാലെയാണ്. നമുക്കിപ്പോ ഉള്ള ജോലിയായിട്ട് നമ്മൾ നീങ്ങാണ്. നമ്മുടെ ജോലി ഇപ്പൊ ഈ തൽക്കാലം യൂട്യൂബ് ചാനലും കാര്യങ്ങളും തന്നെ ഉള്ള കാര്യം പറയാൻ. നീ എന്നെ എത്ര പ്രാവശ്യം നിന്റെ ഭാര്യയോടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം റെസ്റ്റോറൻറ്റ് നമ്പർ ഞാൻ എൻ്റെ അച്ഛനായിട്ട് തീരെ എടുപ്പില്ല, മിണ്ടാറില്ല, വിളിക്കാറില്ല. അപ്പോൾ ഞാൻ നീ വിളിക്കാം ജനുവരി 2-ാം തീയതി ഒരു 10-11 മണി സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞ കാര്യമുള്ളൂ. ആ ചെക്കനയുടെ CCTV വോയിസും കൂടി കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് തപ്പി നോക്കട്ടെ അത് കിട്ടുമെന്ന്. നീ പറഞ്ഞ ആ വാക്കുകൾ കറക്റ്റ്. എന്തിനാ നീ നോണ പറയണത്? നിന്നെ പുറത്താക്കിയത് ഞങ്ങളല്ല പറഞ്ഞു, നിന്റെ അമ്മയും
നീ എൻഗേജ്മെന്റ് കല്യാണം കഴിച്ചുകൊണ്ടേ അധികാരമുള്ള 2 വ്യക്തികളാണ് ഞങ്ങളോട് നിന്നെ വീട്ടിൽ നിന്ന് പ്രശ്നമാക്കിയിട്ട് പുറത്തേക്കാക്കി, വീട്ടുകാരെല്ലാവരും പുറത്താക്കി. എന്നിട്ട് ഏതോ അമ്മായിയുടെ 2 മക്കളാ, വല്യച്ഛൻ്റെ ഒരു 2 മക്കളാ, ഏതോ ഒരു 2 മക്കളുണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു ചേച്ചിയോടെയാണ് പോയി നിന്നിരുന്നത്. ആ ചേച്ചി കുറച്ച് കാശ് സഹായിച്ചു. ആ ചേച്ചിയല്ല സഹായിച്ചു, അതൊരു കൂട്ടുകാരി പണ വെക്കാൻ കാശ് തന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ അച്ഛനും അമ്മക്കും ഈ പറയുന്ന ഗോകുൽ എന്ന് പറയുന്ന ഇളയ മകളുടെ കൂടെ നിശ്ചയം ഉറപ്പിച്ചിട്ട് ഒളിച്ചോടിപ്പോയ പയ്യൻ, ആ പയ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അവനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധാരണയാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഇവർക്ക് ഒരുപാട് ധാരണകളുണ്ട് ആ പയ്യനെ കുറിച്ച്. ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇവർ ഈ പറയുന്ന പോലെ തന്നെ മൂന്നാറിലേക്കൊക്കെ പോയ സമയത്ത് ഈ വീട്ടിൽ മോള് മാത്രം ഇളയ മകൾ മാത്രമുള്ള സമയത്ത് ഗോകുൽ അവിടെ ചെന്നു വന്നു എന്തൊക്കെയോ കട്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. അപ്പൊ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് പല ആവർത്തി ഇവർ കാണാൻ ഇടയായിട്ടുണ്ട്. ഈ പറയുന്ന ഗോകുൽ എന്ന് പറയുന്ന പയ്യൻ അവരുടെ വീട്ടിൽ കിടന്ന് അവരില്ലാത്ത സമയത്ത് പൊളയുന്നത് ഇവർ കാണേണ്ടി വന്നിട്ടുണ്ട്. അത് മുമ്പ് ഇവർ ആദ്യത്തെ തന്നെ ഇവരുടെ എക്സ്പ്ലനേഷന് മൊബൈലിനോട് ബന്ധപ്പെട്ടതും പിന്നെ റൂമിന്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു ലിങ്ക് ഇവർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കുറച്ചും കൂടി വ്യക്തമാക്കി ഇവർ. ഇനി ഇതും കൂടി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ഈ ഫാമിലി വീണ്ടും കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു കാര്യം മനസ്സിലാക്കാം, ഇവർ വീട്ടിലില്ലാത്ത സമയത്ത് ഗോകുല് അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അത് പല ആവർത്തി കണ്ടപ്പോൾ ഈ പറയുന്ന നന്ദനയെ തല്ലിയതിനെ കുറിച്ച് വരെ ഈ അച്ഛൻ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, 2ാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 2 അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മിസ്സിങ് കേസ് കണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ആ വ്യക്തി മിസ്സിങ് ആയപ്പോൾ പോയപ്പോൾ ഞങ്ങൾ പറയാൻ എന്താ സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 1 കഴിഞ്ഞു 2 കഴിഞ്ഞപ്പോൾ ക്ഷമ ഒരച്ഛനാണ് ആ മനുഷ്യൻ്റെ ക്ഷമ കേട്ടു. 2 അടി അടിച്ചു. 2 അടി അടിച്ചു. സ്റ്റേഷനിൽ സിഐയോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്നെ സ്വമേധ കേസ് എടുക്കുകയാണെങ്കിൽ എന്നെ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്ര ഉപകാരം ഉണ്ടല്ലോ എനിക്ക്. ഇതിൽ ഇവര് തന്നെ പറയുന്നത് വെച്ചാൽ അവൻ പേഴ്സണലായിട്ട് ഇവരില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്. ഇവര് 1-2 വട്ടം കണ്ടു കഴിഞ്ഞപ്പോ ആ ചക്കനെ തല്ലാൻ പറ്റൂലല്ലോ, അവൻ മറ്റൊരു വീട്ടിൽ എത്തിയാണ്. അതുകൊണ്ട് തന്നെ മോളെ ഇവർ തല്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. സ്വന്തം മോളുടെ തെറ്റ് കണ്ടപ്പോൾ അതിനെ തല്ലി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയ കേസൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ പോലും ഒരു കാര്യം പറയാം, കല്യാണം ഉറപ്പിച്ചക്കനാണ്. അവനിപ്പോൾ ഇവളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ അവൻ നിങ്ങൾ സ്വത്ത് തന്നില്ലെന്ന് പറഞ്ഞിട്ട് വിടാനോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവളെ ഉപേക്ഷിക്കാനോ ചെയ്തിട്ടില്ല. അവൻ എന്തൊക്കെ ഈ പറയുന്ന കാട്ടിക്കൂട്ടൽ കാണിച്ചാൽ പോലും അവളെ തന്നെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചെലവും ഇല്ലാതെയാണ് മോളെ വിളിച്ചിറക്കി കൊണ്ട് പോയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഓക്കെ, അത് മറക്കരുത്. അതായത് നമ്മുടെ വീടിന്റെ നികുതി അടച്ച കലാസ് നമ്മുടെ പെട്ടിയിൽ തന്നെ അച്ഛനെ അമ്മ ജാമ്യത്തിൽ ഇറക്കിയോളാം കേട്ടാ, വിഷമിക്കേണ്ട. ധൈര്യമായിട്ട് പുറത്തേക്ക് കാണിച്ചോ, ഒരു വിഷയമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പക്ഷെ അമ്മ അച്ഛൻ ഇതുമ്മേ മാത്രമാണ് പറഞ്ഞ് നിർത്തണേ എന്ന് മാത്രം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോണില്ല. പല വീഡിയോകളും ഞാൻ എടുത്ത് വെച്ചു. അവരുടെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ, എനിക്കൊന്ന് എത്ര മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്? ഇന്നലെ ശരിക്കും 2 വീഡിയോ 2.25 മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും പറയണം, നിങ്ങൾ അവരുടെ അന്ത്യാവരുത്. വേണ്ട, നിങ്ങൾ ഇനി ഇവിടുന്ന് വീഡിയോ ഇടും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോ ഇടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ അന്വേഷണം വീണ്ടും ഭീഷണിപ്പെടുത്തിയാണ്. ഞങ്ങൾ ഈ 2 മണിക്കൂറിൻ്റെ 3 മണിക്കൂറിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാണ്ടാണ്, പോസ്റ്റ് ചെയ്യാണ്ടാണ്. അതേപോലെ തന്നെ അവരോട് പറയുന്നുണ്ട്, നീ വോയിസ് ഒക്കെ ഇടുമെന്ന് കാണിക്കണം, നീയൊക്കെ ഇട്ട് എന്നൊക്കെ രീതിയിലാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇവരെ കുറേ ആൾക്കാരൊക്കെ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. വെറുതെ ഈ പറയുന്ന പോലെ സ്വന്തം പല്ലിനെ കുത്തി മണത്തിക്കഴിഞ്ഞാൽ നാറുകയുള്ളൂ, സ്വയം നാറുകയുള്ളൂ. അതെന്താണ് മനസ്സിലാക്കാൻ പറ്റാത്തത്? മോള് വിളിച്ചോടി പോയി, ശരിയാണ്. ഏതൊരു അച്ഛനും അമ്മക്കും വിഷമം ഉണ്ടാവും, അതേപോലെ തന്നെ നാണക്കേടുണ്ടാവും. അതോടെ കഴിഞ്ഞെന്ന് വിചാരിക്കാതെ വീണ്ടും അതേ കിടന്നിട്ട് ഇങ്ങനൊക്കെ 2 ഉരുളിയാണ് സത്യം പറഞ്ഞാൽ. സ്വയം നാറുന്നുണ്ട്, കൂടെ ഉള്ള ആൾക്കാരെ നാറ്റിക്കുന്നുണ്ട്. അത് ഈ അച്ഛനമ്മയും മനസ്സിലാക്കുന്നില്ല. മക്കളുണ്ട് 2 എണ്ണം. ഒരെണ്ണത്തിന് പ്രായമാവുന്നല്ല, ബുദ്ധി വിവരം വരുന്നതിനേക്കാൾ മുമ്പേ അവളെ കല്യാണം കഴിച്ച് വിടാൻ തീരുമാനിച്ചു. അതിന് ഇവർ പറയുന്നത് എന്താണ്? അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഒരു കടയിൽ പോകാൻ കഴിയൂല, എന്നുവെച്ചാൽ ഉത്തരവാദിത്തമില്ല എന്നതുകൊണ്ട് അവളെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു. ഇതൊക്കെയാണ് ഉത്തരവാദിത്തമില്ലാത്തവർക്ക് ഉത്തരവാദിത്തം കാണിക്കാൻ വേണ്ടിയാണ് കെട്ടിച്ചു വിടുന്നത്. അതറിയില്ല. പിന്നെ ഈ ചെക്കൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എത്രയൊക്കെ ന്യായീകരിച്ചാലും എന്ന് വെച്ചാൽ ഇവൻ കയറി ചെന്നു, ഇവരില്ലാത്ത സമയത്ത് വെള്ളം എടുത്ത് ചെന്നാൽ പോലും ഇവൻ തന്നെ കെട്ടിയില്ലെന്ന് ചോദിക്കണ്ടല്ലോ. ആ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിയാണ്, കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇവനെ ആ വീട്ടിൽ കയറി എന്ന് വെച്ചാൽ സ്വന്തമായിട്ടില്ല, ഉറപ്പിച്ചിട്ടുള്ളൂ, എൻ്റെ മകളെ നിനക്ക് തരാം അല്ലെങ്കിൽ എൻ്റെ മക്കളെ നിനക്ക് കെട്ടിച്ച് തരാം എന്നുള്ളൊരു ഇത് മാത്രം പറയുന്നതിനേക്കാൾ മുമ്പേ കട്ട് കടിക്കാൻ ചെല്ലുന്നതെന്ന് വെച്ചാൽ വളരെ തോന്നിവാസമാണ്. മനസ്സിലായില്ലേ? അപ്പം അത് കാണിച്ചതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ഫാമിലിക്ക് പിന്നെ അവനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല.
പിന്നെ ഇവരും അത്ര നല്ല പുള്ളികളാണെന്നൊന്നും ഇവൻ പറയുന്നില്ല. കാരണം ഇവന്റെ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. അതൊക്കെ ഇവൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുടുംബം നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. ഒറ്റ ബാക്കി പറഞ്ഞാൽ അതുകൊണ്ട് നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാൻ ഈ ഫാമിലിക്ക് ബോധമില്ല. എന്തായാലും എന്നിരുന്നാൽ പോലും വരുന്ന ദിവസങ്ങൾ വിഷയങ്ങളുമായി കാണും. ബൈ.